കാരണം ഇപ്പോഴും ചില ഈ ആശയങ്ങൾ അതെ വരുമ്പോ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നുണ്ട്. അടുത്ത തെറ്റാണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. മുഹറം ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണല്ലോ, പ്രത്യേകിച്ച് മുഹറം 9-10. ഹുസൈൻ റളിയല്ലാഹു തആലയെ ഓർത്തുകൊണ്ട് ആരെങ്കിലും ആശിക്യങ്ങൾ, ഏതെങ്കിലും ആശിക്യങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അവർ പാട്ട് പാടുമ്പോൾ യാ ഹുസൈൻ, യാ അലി, യാ മുഹമ്മദ് എന്നെല്ലാം പാടുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ പേര് കേൾക്കുമ്പോൾ ഇവരെന്തിനാണ് വെറുക്കുന്നത്? അവരെ വാപ്പാടും വല്യപ്പാടും പേരൊന്നല്ലല്ലോ പറയണത്. നമ്മുടെ മുത്തു നബിയുടെ, എൻ്റെ ഉപ്പാപ്പാടെ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ പേര് പറയുമ്പോൾ ഷിയാക്കളാണെന്ന് മുദ്ര കൊത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. അത് വഹാബിസമാണ്, വേറൊന്നുമല്ല. നമ്മളെ ഖൽബിൽ നിന്ന് ഇഷ്ക് എടുത്തു കളഞ്ഞുകൊണ്ട് അവരതിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഹുസൈൻ റളിയല്ലാഹു തആലാവിനെ കുറിച്ചിട്ട് ആടണം, പാടണം, മുത്തുനബിയിൽ ലയിക്കണം. അല്ലാഹു തആല ഇതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.